മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് 5 ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മകൾ വീണ വിജയന്റെ കമ്പനിയെ സംബന്ധിച്ച് ഏജൻസികൾ വിവരങ്ങൾ തേടിയിരുന്നെന്ന് മുഖ്യമന്ത്രി നിയമസഭാ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാമോ എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി മൗനം പാലിച്ചു. കർണാടക ഹൈക്കോടതി വിധിയിൽ CMRലും വീണ വിജയനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് 2021 ജനുവരി 29-ന് ED നൽകിയ വിവരത്തെ തുടർന്നാണ് ROC നോട്ടീസ് അയച്ചതെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് 2021-ൽ ED അന്വേഷണം ആരംഭിച്ചിരുന്നു. എന്നിട്ടും എങ്ങനെയാണ് 3 വർഷം ED അന്വേഷണം മൂടിവെച്ചത്? ഇൻകം ടാക്സ് ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വന്നപ്പോൾ മകളുടെ വാദം കേൾക്കാൻ തയ്യാറായില്ലെന്ന പച്ചക്കള്ളമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. അത് തെറ്റാണെന്ന് ROC റിപ്പോർട്ട് പുറത്തു വന്നതോടെ വ്യക്തമായി. മാസപ്പടി വിഷയത്തിൽ ഏതൊക്കെ ഏജൻസികളാണ് അന്വേഷണം നടത്തുന്നതെന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? CMRലിന് പുറമെ വീണയുടെയും എക്സാലോജിക്കിന്റെയും അക്കൗണ്ടുകളിലേക്ക് ചാരിറ്റി സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ സ്ഥാപനങ്ങൾ മാസപ്പടി അയച്ചിട്ടുണ്ടെന്ന് ROC കണ്ടെത്തിയിട്ടുണ്ട്. CMRലിനെ കൂടാതെ എക്സാലോജിക്കിന് മാസപ്പടി നൽകിയിരുന്ന കമ്പനികൾ ഏതൊക്കെയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. എക്സാലോജിക്കിന് മാസപ്പടി നൽകിയ സ്ഥാപനങ്ങൾക്ക് നികുതി ഇളവ് ഉൾപ്പെടെയുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾ സർക്കാർ നൽകിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാമോ? കരിമണൽ കമ്പനി ഉടമയുടെ ഭാര്യയുടെ സ്ഥാപനമായ എംപവർ ഇന്ത്യയിൽ നിന്നും എക്സാലോജിക്ക് സ്വീകരിച്ച വായ്പ സംബന്ധിച്ച കണക്കുകളിൽ വ്യക്തതയില്ലെന്നും ROC വെളിപ്പെടുത്തിയിട്ടുണ്ട്. എംപവർ നൽകിയ വായ്പ മുഴുവനായി എക്സാലോജിക്ക് അക്കൗണ്ടിൽ എത്തിയിട്ടില്ല. ആ പണം എവിടെ പോയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിൽ നിന്നും കർണാടക ഹൈക്കോടതി വിധിയിൽ നിന്നും ഉയർന്നു വന്നതാണ് ഈ 5 ചോദ്യങ്ങളും. ഈ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. അതിനിടെ മാസപ്പടി കേസിൽ അന്വേഷണത്തിന്റെ ഭാഗമായി വീണ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ചെന്നൈ ഓഫീസിൽ അഭിഭാഷകർക്കൊപ്പം എത്തിയെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇക്കാര്യത്തിൽ SFIOയും വിശദീകരണം നൽകിയിട്ടില്ല. അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യം കർണാടക ഹൈക്കോടതി തള്ളിയതിനാൽ മൊഴി നൽകാനാണ് എത്തിയതെന്നാണ് സൂചനയെന്നാണ് റിപ്പോർട്ട്. വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക് കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ CMRL, സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവയ്ക്കെതിരെ SFIO അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ കേസിൽ കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജി വീണയ്ക്ക് തിരിച്ചടിയായി മാറിയിരുന്നു.